മരണം. എന്താണ് മരണം? മരിക്കാതിരിക്കാനൊരു വഴിയുണ്ടെന്ന് ഒരു കവി പറഞ്ഞിട്ടുണ്ട്. ജനിക്കാതിരുന്നാൽ മതിയെന്ന്. പക്ഷെ നമ്മൾ ജനിച്ചു പോയി. ഇനി നമുക്ക് മരിക്കണ്ടേ? മരണമെന്ന് പറയുന്നത് ഒരു ദുരന്തമാണോ? ഒരു അനിവാര്യമായ ഒരു യാത്രയല്ലേ മരണം? ഓരോ ജനിച്ചവനും ഏതെങ്കിലും ഒരു ദിവസം അവൻ മരിക്കും. അത് ജനിച്ച അന്ന് മുതൽ മാക്സിമം എത്ര വർഷമാണ് അവൻ ജീവിക്കുക, അത്ര വർഷത്തിൻ്റെ ഉള്ളിൽ അവൻ്റെ മരണം സംഭവിക്കും. അതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. എൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കുന്നു, അത് എത്രത്തോളം യാഥാർത്ഥ്യമാണോ അതിനേക്കാൾ ഉറപ്പുള്ള ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയും, സ്പിരിച്വലായി ചിന്തിക്കുകയാണെങ്കിൽ നല്ല മനുഷ്യനായി ജീവിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, ആരെയും ആക്രമിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്തിനാ അതിൻ്റെ ആവശ്യം? മതങ്ങളൊക്കെ വേണോ മനുഷ്യന് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, മരിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ കണക്ക് ചോദിക്കും, നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കാര്യം ചിന്തിക്കും, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലൊരു മനുഷ്യനായി ജീവിക്കുകയാണെങ്കിൽ മരിച്ചു ചെന്നതിന് ശേഷം ഇതൊന്നും ഇല്ലെങ്കിൽ എന്താ നഷ്ടം? നമ്മൾ നല്ലൊരു മനുഷ്യനായി ജീവിച്ചു, അത് ജനങ്ങളുടെ ഹൃദയത്തിൽ നമ്മളെക്കുറിച്ച് നല്ലൊരു ചിന്തയുണ്ടാവും, നമ്മൾ കാരണമായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങളൊന്നുമില്ല, പുതിയ ജീവിതമൊന്നുമില്ല എന്ന് വിചാരിച്ച് മോശമായി ജീവിച്ചു, മറ്റുള്ളവനിൽ നിന്ന് പിടിച്ചു പറിച്ചും മറ്റുള്ളവൻ്റെ ബന്ധുക്കളെയും അവരുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നമ്മൾ വെറുപ്പിച്ച് ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതിന് ബുദ്ധിയുള്ള മനുഷ്യന് നല്ല മനുഷ്യനായി ജീവിക്കണം. തൻ്റെ ശരീരത്തെ, മനസ്സിനെ, കണ്ണിനെ, കാതിനെ, പ്രകൃതിയെ ഒക്കെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെ തിരിച്ചറിയുകയും വേണം. ആ തിരിച്ചറിയാനുള്ള വഴി എന്താണ്? പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞ് ചെയ്യുമെന്ന് ശാഠ്യം പിടിക്കരുത്. അത് തൊട്ട് അനുഭവിച്ചാലേ ഞാനത് വിശ്വസിക്കുമെന്ന് ശാഠ്യം പിടിക്കരുത്. കറണ്ട് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ, തൊട്ട് അനുഭവിക്കാൻ പറ്റുമോ? പക്ഷെ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. കറണ്ട് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഫാൻ കറങ്ങുന്നുണ്ട്, ലൈറ്റ് കത്തുന്നുണ്ട്, മൊബൈൽ ചാർജർ വർക്ക് ചെയ്യുന്നുണ്ട്, അയൺ ബോക്സ് ചൂടാവുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് കറണ്ട് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ എന്തെങ്കിലും ടെസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കും. നേരെ മറിച്ച് തൊട്ട് നമുക്ക് കറണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ തൊട്ട് അറിഞ്ഞാലേ കറണ്ടിനെ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് അപകടത്തിലേക്ക് എത്തും. പക്ഷേ കറണ്ടിനേക്കാൾ നല്ലതായ, ഒരിക്കലും തൊട്ടാൽ പോലും അപകടമില്ലാത്ത ഒരു രക്ഷിതാവിനെ നമ്മൾ മനസ്സിലാക്കണം. ആ രക്ഷിതാവിനെ മനസ്സിലാക്കേണ്ടത് ആ രക്ഷിതാവ് നമുക്ക് നൽകുന്ന പ്രവർത്തനങ്ങളിലൂടെ, പ്രകൃതിയിലൂടെ, കാറ്റിലൂടെ, മഴയിലൂടെ, കടലിലൂടെ, ആകാശത്തിലൂടെ, സൂര്യനിലൂടെ, നമ്മൾ അനുഭവിക്കുന്ന ഓരോ അവസ്ഥകളിലൂടെയും നമ്മൾ നമ്മുടെ രക്ഷിതാവിനെ മനസ്സിലാക്കണം. അപ്പോൾ ഒരു നല്ല മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ മരണം എന്ന് പറയുന്നത് അവൻ്റെ സമ്മാനമാണ്. അവൻ്റെ രക്ഷിതാവിലേക്ക് മടങ്ങുന്ന ഒരു യാത്രയാണ്, രക്ഷിതാവിനെ കാണാൻ പോകുന്ന ഒരു യാത്രയാണ് മരണം. അതുകൊണ്ട് മരണം ഒരു ദുരന്തമല്ല എന്ന് മനസ്സിലാക്കുക, നല്ല മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക.